ഇരട്ടച്ചങ്കൻ, കേരള മുഖ്യമന്ത്രി, കാരണഭൂതൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ പാർട്ടി ഒന്നടങ്കം വിളിച്ച ഒരു പേരുണ്ട്, ഏകാധിപതി എന്ന്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന ഏകാധിപതി. ഇപ്പോൾ ആ ഏകാധിപതി ഏകനായി പോയോ എന്ന് സംശയിക്കേണ്ടതായുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനമായി PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ, PV അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ടും അല്ലാതെയും നടത്തുന്ന ചില സംവാദങ്ങൾ പരിശോധിച്ചാൽ, മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള തുറന്നു പറച്ചിലുകൾ പരിശോധിച്ചാൽ, അതിൽ CPMന്റെ ഇടപെടലിനെ പറ്റി പരിശോധിച്ചാൽ ഇവയെല്ലാം വ്യക്തമാവുക തന്നെ ചെയ്യും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിന് സ്വന്തം പാർട്ടിയിലെ ഒരു അംഗമല്ലാതിരുന്നിട്ട് പോലും സ്വതന്ത്രനായി മത്സരിച്ചു വിജയിച്ചു വന്ന PV അൻവറിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് PV അൻവർ ദയവ് ചെയ്ത് നിശബ്ദത പാലിക്കണമെന്ന് പാർട്ടി സെക്രട്ടറിക്ക് ആവശ്യപ്പെടേണ്ട തരത്തിലേക്ക് അത്രമേൽ വലിയ ഒരു രാഷ്ട്രീയ നേതാവായി PV അൻവർ കേരളത്തിൽ വളർന്നു. അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെക്കാൾ ചെറുതായി പോയോ? ഇതൊന്നുമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് CPMും പിണറായി വിജയനും PV അൻവറിനെ ഭയക്കുന്നത്? അത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പല തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിനെ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും CPMലെ ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ ഫലമായി പാർട്ടിയുടെ നേതൃനിരയിൽ, പാർട്ടിയുടെ സ്വഭാവത്തിൽ, പാർട്ടിയുടെ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതിനും തൊട്ടു മുമ്പ് വരെ പാർട്ടിയുടെ ചില ശൈലികളുണ്ടായിരുന്നു. ആ ശൈലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2016 സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ അടക്കമുള്ള ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പാലിച്ചു പോന്നിരുന്ന ചില പാർട്ടി മര്യാദകൾ ഉണ്ടായിരുന്നു. അതായത് പാർട്ടിയേക്കാൾ വലുതല്ല മുഖ്യമന്ത്രിയും ഒരു വ്യക്തിയും എന്ന നിലപാട്. ആ നിലപാട്, ആ രീതി, ആ സ്വഭാവമാണ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം മാറിയിരിക്കുന്നത്. ഇവിടെ പാർട്ടിക്കെതിരായി PV അൻവർ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആരോപണം മുഴുവനും മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്ന P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനുമെതിരെയാണ്. ഈ ആരോപണങ്ങൾ യാതൊരു കാരണവശാലും പാർട്ടിക്കെതിരായി വരുന്നത് തന്നെയല്ല എന്ന് വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിനും ഒപ്പം CPMനും ഈ പരാതികളും ആരോപണങ്ങളും കത്തിൽ എഴുതി നൽകിയത്. ഇവിടെ CPMും പിണറായിയും എടുത്ത നിലപാടുകൾ വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2006 മുതൽ 2021 വരെ കേരളം ഭരിച്ചിരുന്ന VS അച്യുതാനന്ദൻ അന്ന് പാർട്ടിക്കെതിരായി പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആയതിനു ശേഷം AKG സെൻറ്ററിൽ നിന്ന് തീരുമാനിക്കുന്ന ഫയലുകളിൽ മാത്രം ഒപ്പിടുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു VS അച്യുതാനന്ദന്. അദ്ദേഹവും പാർട്ടിക്ക് മുകളിലായിരുന്നില്ല. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്ക് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ അത് കീഴ്മേൽ മറിച്ചു എന്ന് തന്നെ വേണം പറയുവാൻ. അതുവരെ പാർട്ടി തീരുമാനമായിരുന്നു മുഖ്യമന്ത്രിമാർ അനുസരിച്ചിരുന്നത് എങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം പാർട്ടി അനുസരിക്കുന്ന രീതിയിലേക്ക് മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരങ്ങളിൽ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ വ്യക്തമാക്കും. അത് പാർട്ടിക്കനുസരിച്ച് വക്രീകരിച്ച് അത് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരത്തി പറയേണ്ടത് പരത്തി പറഞ്ഞ്, ചുരുക്കി പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കേണ്ട തരത്തിലേക്ക് പരിമിതപ്പെട്ടു പോകുന്ന രീതിയിലായി മാറിയിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്. അത്തരത്തിൽ പാർട്ടിയുടെ ശൈലി മാറിയിരിക്കുന്നു. പല നിർണായക വിഷയങ്ങളിലും പാർട്ടി നിലപാട് സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പ് പിണറായി വിജയൻ തൻ്റെ നിലപാട് പറഞ്ഞ് അത് പാർട്ടിയുടേതായി മാറ്റേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അൻവറിൻ്റെ വിഷയത്തിലും മുഖ്യമന്ത്രിയും CPMും രണ്ട് തട്ടിൽ തന്നെയാണെന്ന് പറയാം. അതിന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കുറച്ചുകൂടി ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായുണ്ട്. അദ്ദേഹം PV അൻവറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ PV അൻവറിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഇങ്ങനെയാണ്: താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എന്നിരുന്നാലും താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവറിനെതിരായുള്ള ആരോപണങ്ങൾ ഓരോന്നായി അഴിച്ചുവിടുന്നത്, അല്ലെങ്കിൽ PV അൻവറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആക്രമിക്കുവാൻ തുടങ്ങിയത്. ഇവിടെ PV അൻവറിനെതിരെ മാത്രമല്ല അദ്ദേഹം ശബ്ദമുയർത്തിയത്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെതിരെയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായുണ്ട്. അതാണ് താനൊരു മുഖ്യമന്ത്രിയായി മാത്രമല്ല സംസാരിക്കുന്നത്, അതിനേക്കാൾ ഉപരി താനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത്. താനൊരു പോളിറ്റ് ബ്യൂറോ നേതാവാണ്, CPMലെ ഏറ്റവും മുതിർന്ന പ്രധാനിയായ ഒരു നേതാവാണ് എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിലും CPMന്റെ ഇടയിലുമൊക്കെ
ബോധ്യപ്പെടുത്തുന്ന ഒരു ശൈലിയോടുകൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞത്. അൻവർ എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ, ആ നിലപാടുകളെയും തീരുമാനങ്ങളെയും അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തള്ളിക്കളയുമ്പോൾ ഇവിടെ എം.വി. ഗോവിന്ദൻ മാഷ് പറയുന്ന ഒരു മറുപടിയും ശ്രദ്ധേയമാണ്. ഗവൺമെന്റിനും പാർട്ടിക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തീരുമാനം അവർ തള്ളുന്നു. എന്നാൽ പാർട്ടിയുടെ തീരുമാനം പാർട്ടിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് എം.വി. ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി മുഖ്യമന്ത്രിയും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായുണ്ട്. ഇവിടെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും മുഖ്യമന്ത്രിക്കെതിരായോ അല്ലെങ്കിൽ സർക്കാരിനെതിരായുള്ള ആരോപണങ്ങളോ അല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ പി ശശിക്കെതിരായിട്ടാണ്. പി ശശിയെ സംബന്ധിച്ച് അങ്ങനെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളൊന്നും സൃഷ്ടിച്ച നേതാവല്ല. ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു എന്നുള്ളതല്ലാതെ കണ്ണൂർ പൊളിറ്റിക്സിൽ CPM-ന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കൊന്നുമില്ല. കൂടാതെ സംസ്ഥാന നേതൃത്വത്തിനും പി ശശിയോട് വലിയ അടുപ്പമൊന്നുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ചിറകിൻ കീഴിലിരുന്നു കൊണ്ട് സംസ്ഥാനത്തെ ഭരിക്കുന്ന ശൈലിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ഓരോന്നും ചെയ്തു പോകുന്നത്. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാഷ് അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാർക്ക് പി ശശിയുടെ ഈ ഏകപക്ഷീയമായ വളർച്ചയോട് വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ കുറച്ചുകൂടി അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഊന്നി നിന്ന് ആരോപണം ഉന്നയിക്കുവാൻ കഴിയുന്ന ഒരു പിടിവള്ളിയായിട്ടാണ് പി.വി. അൻവറിനെ സംസ്ഥാന നേതൃത്വം കാണുന്നത്. ഇവിടെ ഇടതുപക്ഷമോ ഇടതുപക്ഷ നേതൃത്വമോ കൊണ്ടുവന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല പി ശശി. കാലങ്ങളായി ഇടതുപക്ഷ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരാകുന്ന കാലങ്ങളിലും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വഹിക്കുന്ന കാലങ്ങളിലുമെല്ലാം അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നിട്ടുള്ള നേതാവാണ് പി ശശി. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ പറയാം. ഇവിടെ പി ശശിക്കെതിരായുള്ള ആരോപണങ്ങളിൽ യാതൊരു അന്വേഷണവും നടത്തില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ കർമ്മത്തിലൊന്നും ചോദ്യം ഉയർത്തേണ്ടതായ വിഷയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തെ താൻ 100% വിശ്വസിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാഷിന് പി.വി. അൻവർ നൽകിയ പരാതിയിൽ എവിടെയും പി ശശിക്കെതിരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല, ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കാമെന്ന് എം.വി. ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ പി.വി. അൻവറിനോട് അത്തരത്തിലൊരു പരാതിയുമായി എത്തൂ എന്ന് പറയാതെ പറയുന്ന ഒരു ധ്വനിയാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. അതും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും തമ്മിലുള്ള ഉൾപാർട്ടി പോരിന്റെ മറ്റൊരു തലം കൂടിയാണ് എന്ന് തന്നെ വ്യക്തമാണ്. 1996 മുതൽ 2001 വരെ നായനാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശി മന്ത്രിസ്ഥാനങ്ങളിൽ ഇരുന്ന പലരുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും പണ്ട് ഒരു പീഡനാരോപണത്തിന്റെ പുറത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പി ശശിയെ കണ്ണൂരിന്റെ രാഷ്ട്രീയ തലങ്ങളിൽ എവിടെയും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുതിർന്ന നേതാക്കന്മാരായിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാരോടൊപ്പം തുല്യം ചെയ്തു നോക്കുമ്പോൾ വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിറകിൻ കീഴിൽ ഇരുന്നു കൊണ്ട് ആ സുരക്ഷയുടെ പുറത്ത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ വലിയ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു എന്ന ഒരു തോന്നൽ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പി.വി. അൻവറിനെ കരുവാക്കി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള വലിയ ആരോപണങ്ങൾ മുഖ്യധാരയിലേക്ക് എത്തിച്ച് ഇപ്പോൾ പാർട്ടി സമ്മേളനം നടക്കുവാൻ പോകുന്ന സാഹചര്യത്തിൽ അത് ജനങ്ങളുടെയും ഒപ്പം പാർട്ടി അണികളുടെയും നേതാക്കന്മാരുടെയും ഹൃദയത്തിൽ പുകഞ്ഞു നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് കുറച്ചുകൂടി ഊതിപ്പെരിപ്പിച്ച് ഓരോ സമ്മേളനങ്ങൾ കഴിയുന്നതനുസരിച്ച് അതിൻ്റെ വ്യാപ്തിയും ആഴവും കൂട്ടി ഒരു നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തിന് ശാരീരികപരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന തരത്തിലേക്ക് വരെ വാർത്തകൾ പടച്ചുവിടാനുള്ള ആദ്യ ചവിട്ടുപടി ആണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് കൂടി വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പി ശശി പിണറായി വിജയന് വലുതായിരിക്കാം, എന്നാൽ സംസ്ഥാന സെക്രട്ടറിക്കോ പാർട്ടി നേതൃത്വത്തിനോ വലുതല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷമായി അല്ലാതെ പരോക്ഷമായി പി ശശിക്കെതിരായും അതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുമുള്ള പടക്കോപ്പുകൾ പാർട്ടിക്കുള്ളിൽ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്.